ഒരു തവണ സെക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ബീജത്തിന്റെ അളവ് എന്ന് പറയുന്നത് വെറും 3 ml ആണ്. ശരാശരി ഒരു ആരോഗ്യമുള്ള പുരുഷന്റെ 1 ml ബീജത്തിൽ 100 മില്യൺ ബീജാണുക്കൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 മില്ലിയിൽ 300 മില്യൺ ബീജാണുക്കൾ, അത് ഏകദേശം 3 കോടി വരും. അതിൽ ഒരേ ഒരു ബീജം ഫീമെയിൽ എഗ്ഗുമായി കൂടിച്ചേർന്നിട്ടാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അതായത് ബാക്കിയുള്ള 2,99,99,000 ചില്ലറ ബീജങ്ങളെയും തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഭൂമിയിൽ ഇന്ന് 800 കോടി ജനങ്ങളുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ മാത്രമല്ല, മരിച്ചുപോയ ആളുകളും. ഏകദേശം 10,000 കോടിയിലധികം ആളുകളാണ് മരിച്ചുപോയിട്ടുള്ളത്. ഈ 10,000 കോടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചുമ്മാ പറയുന്ന പോലെയല്ല. നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ കൊണ്ടൊന്നും അത് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ നമ്പറാണ്. ഞാനിതൊക്കെ ഇവിടെ പറയാൻ കാരണം, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജനിക്കാതിരിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ. കാരണം ഓരോ ബീജാണുവിനും ഇവിടെ മനുഷ്യനായി ജനിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാവാൻ കാരണമായ ആ ബീജം, അതിന് പകരം വേറൊരു ബീജമാണ് സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യാൻ ഞാനുണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങളും. ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഇത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ 800 കോടി ജനങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ നമ്പറേക്കാളൊക്കെ വലുതല്ലേ ഇവിടെ ജനിക്കാതെ പോയ ആളുകൾ. സോ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രഷ്യസ് ആണ്. ഈ അത്ഭുതകരമായ ലൈഫിനെയാണ് പലർക്കും മടുത്തു എന്ന് പറയുന്നത്. 1 കോടി എന്ന് പറയുന്നത് എത്ര വലിയ സംഖ്യയാണെന്നറിയോ? നമ്മൾ കേട്ടിട്ടില്ല 1 കോടി 2 കോടി 10 കോടി എന്നൊക്കെ. 1 2 3 4 എന്ന് ഭയങ്കര സ്പീഡിൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ, അതായത് ഒരു ദിവസം 6 മണിക്കൂർ വീതം എണ്ണുകയാണെങ്കിൽ 2 വർഷം എടുക്കും നമ്മൾ 1 കോടി എന്ന നമ്പറിൽ റീച്ച് ചെയ്യാൻ. അതായത് ചെറിയ സംഖ്യകൾ നമ്മൾ വളരെ വേഗത്തിൽ എണ്ണും. എന്നാൽ 85,86,033, 85,86,034 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എണ്ണുകയാണെങ്കിൽ ഒരു സംഖ്യ പറയാൻ തന്നെ 3 സെക്കൻഡ് സമയമെടുക്കും. അങ്ങനെയാണ് 2 വർഷം എടുക്കുമെന്ന് പറഞ്ഞത്. വലിയ നമ്പറാണ് 1 കോടി എന്ന് പറയുന്നത്. ഭൂമിയിൽ ഇന്ന് 800 കോടി ജനങ്ങളുണ്ട്. ഒരു സെക്കൻഡിൽ ഏകദേശം 2 പേര് വെച്ചിട്ടാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ദിവസം 1,50,000-ലധികം ആളുകൾ മരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ എത്ര പേര് ജനിക്കുന്നുണ്ടെന്ന് അറിയോ? 4 പേര് വെച്ച് ജനിക്കുന്നുണ്ട്. അതായത് ഏകദേശം മരിക്കുന്ന ആളുകളെക്കാൾ ഇരട്ടി ആളുകൾ ജനിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഡാറ്റയില്ലേ, ഇത് വേൾഡോമീറ്റർ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ, ആ പോപ്പുലേഷൻ ഗ്രോ ചെയ്ത് പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന ആളുകളാണത്. അതുപോലെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും, ജനിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ആലോചിച്ച് നോക്കുക, ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ നമ്പേഴ്സിലുള്ള ഒരു നമ്പർ മാത്രമാണ് ഞാനും നിങ്ങളെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഈ ചെറിയ ജീവിതത്തിൽ, ചെറിയ സമയത്തിൻ്റെ ഇടയിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെ വലുതായിരിക്കും. ഒരു കാര്യം കൂടി പറയാം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതല്ല. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. എന്നെ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഫോൺ ആറ്റമാണ്. ദേ നിങ്ങൾ ആറ്റമാണ്. ഈ ഭൂമി നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ സൂര്യൻ, ദേ ഈ മഴ, ഈ കോടാനുകോടി നക്ഷത്രങ്ങൾ, കോടാനുകോടി ഗാലക്സികൾ എല്ലാം നമുക്കറിയാം ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ സാധിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം മരിച്ചു പോകും, അല്ലേ? എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ ആരും ജനിക്കുന്നില്ല, ആരും മരിക്കുന്നുമില്ല. ആറ്റങ്ങളുടെ രൂപം മാറിക്കൊണ്ടേയിരിക്കും. ഞാനെന്ന രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്രയോ വലിയ അത്ഭുതമാണ് ഞാനും നിങ്ങളും ഈ മഹാപ്രപഞ്ചവും. എല്ലാം ഒന്നാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ കാണുകയാണ്, അനുഭവിക്കുകയാണ് നമ്മളിലൂടെ. നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് ഇത് എത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നങ്ങളോ അത്ര പോലുമില്ല. നമ്മുടെയൊക്കെ സങ്കടം, സന്തോഷം, വിജയം, പരാജയം എല്ലാം കുറച്ചു കാലത്തേക്കാണ്. ഈ അത്ഭുതകരമായ ജീവിതത്തെ ആസ്വദിക്കുകയല്ലേ വേണ്ടത്? മനുഷ്യർ, നമ്മളൊക്കെ ആരാണ്? എന്താണ്? ഈ കാണുന്ന ബാക്ടീരിയയെ പോലെ, ബ്ലൂ വെയിലിനെ പോലെ, ഈ കാണുന്ന റെഡ്വുഡിനെ പോലെ ഭൂമി എന്ന പ്ലാനറ്റിൽ ജീവിക്കുന്ന ഒരു ചെറിയ ജീവി മാത്രമാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ സ്വയം പറയുന്നു നമ്മൾ വളരെ സ്പെഷ്യലാണെന്ന്. ശരിക്കും നമ്മൾ അത്രമാത്രം സ്പെഷ്യലാണോ? നമ്മൾ സ്പെഷ്യലാണെങ്കിൽ എല്ലാം സ്പെഷ്യലാണ്. ഈ ബാക്ടീരിയയും ബ്ലൂ വെയിലും, ഈ കാണുന്ന നക്ഷത്രങ്ങളും, ഈ കാണുന്ന കോടാനുകോടി ഗാലക്സികളും എല്ലാം, ഈ കാണുന്ന ആസ്ട്രോയിഡ് കുറേ ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ആറ്റങ്ങൾ ഊർജ്ജമാണ്. അതേപോലെ കുറേ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് ഞാനും നിങ്ങളും. പക്ഷേ ആസ്ട്രോയിഡ് സ്വയം അറിയുന്നില്ല, അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല അത് സ്പെഷ്യലാണെന്ന്. ഞാൻ ആരാണ്? ഞാൻ തന്നെയാണ് നീ. ഞാൻ തന്നെയാണ് ഈ മഹാപ്രപഞ്ചവും. അറിയുന്തോറും ഇനിയും അറിയാനുള്ള കാര്യങ്ങൾ ഒരുപാടാണ് എന്നുള്ള അറിവാണ് ഈ മഹാപ്രപഞ്ചം.